ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 1.5 മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു 7 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിക്ക് ഒരു പെപ്ലം ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 20 ഇഞ്ചാണ്. നമ്മൾ മുകൾ ഭാഗത്തിന് 10 ഇഞ്ചും താഴ്ഭാഗത്തിന് 10 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് അതിൻ്റെ കൂടെ വേറെ കൂട്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം ഞാൻ തുണി 4ആയിട്ട് മടക്കി, നീളത്തിൽ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ആദ്യം അതിൻ്റെ ടോപ്പ് പോർഷനുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുകളിൽ നമ്മൾ 10 ഇഞ്ചാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ആ 10 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് കൂട്ടിയതിന് ശേഷം നമ്മൾ ആ ഒരു പീസ് ഒന്ന് വെട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ 2 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള ആ ഒരു പീസ് നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. നെക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. നെക്ക് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോൾഡഡ് സൈഡ് എൻ്റെ വശമാണ്, ഓപ്പൺ സൈഡ് അപ്പുറത്തെ വശത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് നെക്ക് വിഡ്ത്തായിട്ട് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 7 വയസ്സുള്ള ഒരു കുട്ടിയായതുകൊണ്ട് നമുക്ക് ഒരു 2 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മതിയായിരിക്കും. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ചാണ് എടുക്കുന്നത്. 2.5 ഇഞ്ച്, നിങ്ങൾക്കൊരു 3 ഇഞ്ചൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാനൊരു ബോട്ട് നെക്ക് പോലെ ചെറുതായിട്ടാണ് എടുക്കുന്നത്. ഒരു 2.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് നമുക്കൊരു റൗണ്ട് നെക്ക് അതിൽ കൊടുക്കാം. റൗണ്ടോ സ്ക്വയറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കാം. നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല, പിന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഷോൾഡർ ഞാനൊരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതും നമുക്കൊരു ബോക്സ് പോലെ ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഷോൾഡർ 3 ഇഞ്ച്, ആം ഹോൾ 5 ഇഞ്ചാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആം ഹോൾ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി ചെസ്റ്റാണ്. ചെസ്റ്റ് ഞാനിവിടെ ഒരു 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുട്ടിയുടെ വണ്ണത്തിനനുസരിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റിലേക്ക് നമുക്കൊരു 6.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫോൾഡഡ് സൈഡിൽ നിന്ന് ടേപ്പ് പിടിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ നമുക്ക് വേസ്റ്റായിട്ട് 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മുകളിൽ വരച്ച ആ ലൈനും താഴെ വരച്ച ലൈനും കൂടെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുക. ഒരു 1.5 ഇഞ്ച് നമുക്കവിടെ തയ്യൽ തുമ്പ് കൊടുക്കാം. ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഫ്രണ്ടിലത്തെ നെക്ക് നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിരിക്കുന്നത് ഒരു റൗണ്ട് നെക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ പീസിൽ നമ്മൾ ഏറ്റവും താഴെ നിന്ന് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാറ്റി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഷേപ്പ് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു 3.5, 4 ഒക്കെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നിവർത്തി കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴേക്കുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, അതായത് സ്ക്വയർ പോർഷൻ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ നീളം കൂടെ കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അതായത് ബാക്ക് സൈഡിനേക്കാളും ഫ്രണ്ട് സൈഡ് നീളത്തിൽ ഒരു 2.5 ഇഞ്ചും കൂടെ കൂടുതൽ വേണം കട്ട് ചെയ്യാനായിട്ട്. എങ്കിലാണ് ഇത് രണ്ടും കൂടെ തയ്ച്ച് വരുമ്പോൾ ഒപ്പത്തിനിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് കയറി ഒന്ന് ഇറങ്ങിയിരിക്കും. അപ്പോൾ ആ 2.5 ഇഞ്ചാണ് നിങ്ങൾ അവിടെ എടുത്തെങ്കിൽ 2.5 ഇഞ്ച് തന്നെ കൂട്ടിയെടുക്കുക. 3 ഇഞ്ചാണ് എടുത്തെങ്കിൽ 3 ഇഞ്ച്. എത്രയാണോ നിങ്ങൾ കയറ്റി വെട്ടിയത് ആ കയറ്റി വെട്ടിയത് തന്നെ ലെങ്ത്തിൻ്റെ കൂടെ കൂട്ടിയെടുക്കുക. ബാക്ക് നെക്ക് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്കും ഒരു 2 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു റൗണ്ട് നെക്ക് അവിടെയും ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. നെക്ക് ഇടാൻ എളുപ്പത്തിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ടിങ്ങും കൊടുക്കുന്നുണ്ട് താഴേക്ക്. നമുക്കവിടെ ഒരു കൊളുത്തോ എന്തെങ്കിലും വെക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിലത്തെ പീസ് നമുക്കത് ഇതുപോലെയാണ് വരുന്നത്. ഒരു സെൻറ്ററിലായിട്ടൊരു കട്ടിങ്ങും വരും. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ ലൈനിങ് ഇട്ട് ഫുള്ളായിട്ട് അടിച്ച് മറിച്ചെടുക്കാം. അതല്ലെങ്കിൽ നെക്കിൻ്റെ അളവിൽ വേറൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നല്ല സൈഡിൽ വെച്ചിട്ട് ചീത്ത സൈഡിലേക്ക് മറിച്ചിട്ട് ഹെമ്മിങ് ചെയ്തെടുത്താലും മതി. ഇനി ഞാൻ ഇതിൻ്റെ സ്ക്വയർ പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ബാക്കിൽ നമ്മൾ സ്കേർട്ടിൻ്റെ 10 ഇഞ്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പോടെ കൂട്ടി 11.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. അതൊന്ന് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. ബാക്കിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് ഫസ്റ്റിൽ. അതിന് ശേഷം അത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത പീസിലേക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ബാക്ക് സൈഡിൽ വെട്ടിയതിനേക്കാളും ഒരു 2.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂടുതൽ ഫ്രണ്ടിൻ്റെ പീസിന് വെട്ടിയെടുക്കണം. തയ്യൽ തുമ്പൊക്കെ നമ്മൾ ഓൾറെഡി ബാക്ക് പീസിൽ ചേർത്തിരിക്കുന്നത് കൊണ്ട്
അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ 2.5 ഇഞ്ച് അവിടെ കയറ്റി വെട്ടിയില്ലേ, ഇവിടെ കയറ്റി വെട്ടി ആ 2.5 ഇഞ്ച് ഇവിടുന്ന് ബാക്ക് പീസ് വെച്ചേക്കണ ആ എൻഡിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. തുണിയുടെ വീതി വരുന്നത് 40 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് എത്രയാണോ തുണിയുടെ മാക്സിമം വീതി വരുന്നത് ആ വീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് ചുരുക്കുകൾ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. ബാക്ക് ചെറുതാണ്, ഫ്രണ്ട് കുറച്ചുകൂടെ വലുതാണ്. അതായത് ഞാൻ 2.5 ഇഞ്ച് കൂടുതൽ എടുക്കണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഫ്രണ്ട് പീസ് കുറച്ച് നീളത്തിൽ ഇരിക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൽ കുറച്ച് ഷേപ്പ് ചെയ്യാനുണ്ട്. എന്നാലാണ് നമ്മൾ ആ ഫ്രണ്ടിൽ കയറ്റി വെട്ടിയില്ലേ അവിടെ ഒന്ന് കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കുകയുള്ളൂ. അതിനായിട്ട് ഞാൻ ഈ ഫ്രണ്ട് പീസ് 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ആ ഓപ്പൺ സൈഡിൽ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2.5 എന്ന് പറഞ്ഞാൽ ഞാൻ കയറ്റി വെട്ടിയതാണ്. 2.5 3 നിങ്ങളവിടെ 3 മാർക്ക് ചെയ്യണം. അതിന് ശേഷം ചെരിച്ച് ഇതുപോലെ ആ ഫോൾഡഡ് സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യുക. ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു ഷേപ്പെന്ന്. ഓപ്പൺ സൈഡിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്ത് തുടങ്ങുന്നത്. അതിന് ശേഷം ആ ഒരു കോർണറിലേക്ക് നമ്മളിങ്ങനെ ചെരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു പീസിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ചെരിഞ്ഞ് വരത്തക്ക രീതിയിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് പ്ലീറ്റ് ഇട്ട് ഫുള്ളായിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ട് പീസിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ പ്ലീറ്റ് ഇട്ട് എടുക്കും. എന്നിട്ട് ഈ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിന് നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറഞ്ഞാൽ 16 ഇഞ്ചാണ്. ഞാനൊരു 2 ഇഞ്ചും കൂടെ കൂട്ടി 18 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെ നമ്മൾ ഒരു 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് മടക്കി അടിക്കാനും മുകളിൽ തയ്യൽ തുമ്പിനും കൂടെ കൂട്ടി 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ 18 ഇഞ്ച് ലെങ്ത്തിൽ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത്, ഫുൾ സ്ലീവാണ് വരുന്നത്. താഴെ എലാസ്റ്റിക് ഒന്ന് ചുരുങ്ങി കിടക്കുന്ന രീതിയിലാണ് വരുന്നത്. ഒരു ബലൂൺ ടൈപ്പ് സ്ലീവ് ഉണ്ടല്ലോ, അങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ആം ഹോൾ റൗണ്ട് 6.5 അപ്പോൾ ഞാനൊരു 5.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഏറ്റവും മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ 5.5 മാർക്ക് ചെയ്യുന്നത്. ആ 5.5 മാർക്ക് ചെയ്ത് ആ പോയിൻറ്റിൽ നിന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരുന്നുണ്ട്. മുകളിൽ ഒരു 2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് തന്നൊരു പഫ് പോലെ വെക്കാനായിട്ടാണ്. കുറച്ച് തുണിയുടെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ കൈയുടെ വണ്ണമൊന്നും നോക്കുന്നില്ല, മാക്സിമം വണ്ണം എടുത്തിട്ട് നമ്മളിതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം താഴെ എലാസ്റ്റിക് ഇട്ട് ചുരുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ണത്തിൻ്റെ ആവശ്യമില്ല, കൈയുടെ വണ്ണത്തിൻ്റെ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ബാക്കിലെ പീസാണ്. ബാക്കിലെ പീസല്ല, ഫ്രണ്ടിലത്തെ പീസാണ് നമ്മളിപ്പോൾ ചുരുക്കിയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ നമ്മളൊരു ചെറിയ നോച്ചിട്ട് കൊടുത്തില്ല. അത് നമുക്ക് ഇതിങ്ങനെ പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകും. അതുകൊണ്ട് ചോക്ക് കൊണ്ടൊന്ന് വരച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക, ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ആ പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ യോക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണമില്ലേ, അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവിലേക്കായിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇട്ട് കഴിയുമ്പോൾ മാറിപ്പോകുന്നുണ്ട്, അത് ചെറുതായി പോവുകയാണെങ്കിൽ അഴിച്ചിട്ട് ഒന്നുകൂടെ കറക്റ്റായിട്ട് ഇടുക. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യോക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഞാൻ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസിൻ്റെയും ചെറിയ പ്ലീറ്റ് ഇട്ട് എടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വലിയ കാണിയിട്ടിട്ട് സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ചുരുക്കിടില്ലേ, നൂല് വലിച്ചിട്ട്, അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. തീർത്തും ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കുറവാണെങ്കിൽ പിന്നെയും നിങ്ങളത് അഴിക്കേണ്ടി വരും. ഞാനിതിപ്പോൾ ഇട്ടത് കറക്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അധികം കൂടുതലൊന്നും വരുന്നില്ല. 1.5 ഇഞ്ചൊക്കെ കൂടുതലാണെങ്കിൽ ജസ്റ്റ് അത് ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് അങ്ങ് മടക്കി പ്ലീറ്റായിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മളിപ്പോൾ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമ്മൾ നോക്കി വെക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് ആ കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ കുത്തി നിർത്തിയിട്ട് അടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ യോക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യണം. വേറൊരു പീസ് വെച്ചിട്ട് ഞാൻ ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ എക്സ്ട്രാ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡൊന്ന് ആദ്യം 1/4 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിച്ചിട്ട് നെക്കിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
ഫ്രണ്ട് പീസിൻ്റെയും എക്സ്ട്രാ പീസ് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ലൈനിങ് ഇട്ട് നിങ്ങൾ അടിച്ച് മറിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡറും കൂട്ടിയടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം പിടിപ്പിക്കാം. ആദ്യം പിടിപ്പിക്കുന്നത് ഫ്രണ്ട് പീസിൻ്റെയാണ്. അതിൻ്റെ സെൻറ്ററും ആ ഒരു കോൺ പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതും പിന്നെ ഈ പ്ലീറ്റ് ഇട്ടേക്കണതിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ വെച്ച് നോക്കുക, കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം സെൻറ്ററിൽ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ട് സൈഡിലേക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ചെറിയൊരു വി ഷേപ്പ് പോലെ വരും. അതിന് വേണ്ടിയിട്ടാണ് കുത്തി നിർത്തിയിട്ട് സൈഡിലേക്ക് അടിക്കേണ്ടത്, ഒരു ചെരിവ് പോലെ വരാൻ വേണ്ടിയിട്ട്. ബാക്ക് പീസ് നമ്മൾ വേറെ ഒന്നുമില്ല, സ്ട്രെയിറ്റായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ തുണി 1 ഇഞ്ചൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലീറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവിനായിട്ട് ഞാനൊരു 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി അടിക്കുന്നുണ്ട്. നമ്മൾ പാൻറ്റിനൊക്കെ എലാസ്റ്റിക് വെച്ചടിക്കില്ലേ, അതുപോലെ താഴ്ഭാഗത്തായിട്ട് നമുക്കിതുപോലെ മടക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് വെച്ച് അടിച്ചെടുക്കുക. അതാകുമ്പോൾ എളുപ്പമുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടും നമുക്ക് ചെറിയ പ്ലീറ്റ് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വലിച്ച് കഴിയുമ്പോൾ ഒപ്പമായിക്കോളും. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയ പ്ലീറ്റ് കൊടുക്കണം കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ, ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ വെച്ച് കൊടുത്താലും മതി. ഇപ്പം നമ്മുടെ ഷോൾഡറൊക്കെ കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ വെച്ചിട്ടാണ് സാധാരണ അടിക്കുന്നത്. നമുക്ക് പ്ലീറ്റ് ഇടാനുള്ളത് കൊണ്ട് താഴെ നിന്ന് തൊട്ട് അടിച്ചു തുടങ്ങാം. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം, ഒരു 1 സൈഡ് 1/4 ഭാഗം ആകുമ്പോഴേക്കും നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുത്ത് ആ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ വരുമ്പോഴേക്കും അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും ഒരുപോലെ വരത്തക്കവണ്ണം വേണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. 2 സൈഡിലേക്കും ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഒരുപാട് പ്ലീറ്റ് ഇടാനുള്ള തുണി കാണത്തില്ല, ചെറുതായിട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മാത്രം മതി. നമുക്ക് ആ ഒരു സ്ലീവ് ഒരു ബലൂൺ പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കണം, അത്രേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ അടിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇതുപോലെയാണ് വരുന്നത്, കണ്ടോ. ഇത് നമ്മൾ ഒരു സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 സ്ലീവും ചെയ്തെടുക്കണം. അതുപോലെ നെക്കും ഹെമ്മിങ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സൈഡ് കൂട്ടിയടിക്കാം. സൈഡ് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തേക്കണമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് കൂട്ടി അടിച്ചെടുക്കുക. 2 സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം താഴ്ഭാഗവും കൂടെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെപ്ലം ടോപ്പ് റെഡിയായി. ഇത് 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് കറക്റ്റായിട്ട് പാകമാകും കേട്ടോ. വലിയവർക്കാണെങ്കിൽ നിങ്ങളൊരു 1.25 2 മീറ്ററോ എടുക്കുക കേട്ടോ. ഒരു 10-12 വയസ്സുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ, 15 വയസ്സ് 16 വയസ്സൊക്കെ ആണെങ്കിൽ 2 മീറ്റർ ധാരാളം മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.